ഹായ് ബഡി, ഇന്ന് അമ്മ എനിക്ക് പോളിസ്റ്റർ ക്ലോത്ത് തന്നിട്ട് പറയുകയാണേ ഡു റീസൈക്കിളിന്. എന്നാൽ പിന്നെ നമുക്കൊന്ന് നോക്കിക്കളയാം. പ്രത്യേകിച്ച് ഒരു ഐഡിയയും കിട്ടിയില്ല. ഞാൻ അങ്ങോട്ട് നടന്നു ഇങ്ങോട്ട് നടന്നു, ഒരു കാര്യമില്ല, നോ ഐഡിയ. ഇവിടെ രാത്രി കാലങ്ങളൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ. അങ്ങനെ രാവിലെ ആയപ്പോഴാണ് എനിക്ക് കിട്ടി ഐഡിയ. ദിവ്യ ദർശനം അല്ലാണ്ട് എന്താ പറയുക. അപ്പോൾ ഫോളോ മീ, ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം ഞാൻ സ്റ്റെപ്സ് എല്ലാം പേപ്പറിലൂടെയാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് ആ സ്റ്റെപ്സ് എല്ലാം, മനസ്സിലാവുണ്ടല്ലോ അല്ലേ? കണ്ടോ, എനിക്ക് ഒടുക്കത്ത ബുദ്ധിയാണ്. ഇതുപോലെ വല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ദയവേത് ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ, പുണ്യം കിട്ടും. ഇതാണ് എൻ്റെ യുണീക്ക് ഹാൻഡ് റൈറ്റിംഗ്. നല്ല ഭംഗിയില്ലേ കാണാൻ? ഇഷ്ടപ്പെട്ടാന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമ്മുടെ കയ്യിലുള്ള ചെറിയ സ്ക്രാപ്പ് ക്ലോത്ത് എല്ലാം എടുത്ത് ഇതുപോലെ വെച്ച് നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. ഞാൻ എന്താ ചെയ്യണതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഈ ഒരു മെറ്റീരിയൽ കണ്ടു, അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ വരണത്. മനസ്സിൽ വരുന്നതിനനുസരിച്ച് ഞാൻ അതങ്ങ് വരച്ചുണ്ടാക്കുകയാണ്. എന്താവോ എന്തോ, ദൈവം തമ്പുരാൻ അറിയാം. ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ മോളുടെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ഓൾ അറിഞ്ഞിട്ടില്ല ഞാനിവിടെ ഇരുന്നിട്ട് ഈ ക്രാഫ്റ്റ് ചെയ്യുകയാണെന്ന്. കണ്ടു കഴിഞ്ഞാൽ പിന്നെ തീർന്നു, ഇന്നത്തെ ക്രാഫ്റ്റിൻ്റെ കാര്യവും തീരുമാനമാവും. ഈശ്വര, എനിക്കിത് നല്ല രീതിയിൽ ചെയ്തു തീർക്കാൻ പറ്റണേ. തയ്ച്ചു കഴിയുമ്പോൾ ഏകദേശം ഈ രൂപത്തിലിരിക്കും സംഭവം. നിങ്ങളിപ്പോൾ ചിന്തിക്കണ്ടോ എന്താട്ടപ്പാ ഈ പെണ്ണുമ്പിള്ള ചെയ്യുന്നതെന്ന്. എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്താ ചെയ്തതെന്ന്. പിന്നെയാണോ നിങ്ങൾക്ക് ക്രാഫ്റ്റ് സമാപ്തമായെന്ന് പറഞ്ഞ് തേരാപ്പാര നടക്കുമ്പോഴാണ് ഇത് എൻ്റെ കണ്ണിൽ ഈ സീക്വൻസ് പെടുന്നത്. എന്നാൽ പിന്നെ ഇതും കൂടി വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാന്ന് വെച്ചു. ഷോ, ഒടുക്കത്തെ ഐഡിയാണ് കേട്ടോ എനിക്ക്. ഞാൻ കുറച്ചു നേരം ഈ സീക്വൻസ് വെച്ച് കളിക്കാം. നിങ്ങളെ പറ്റിച്ചേ. ഏകദേശം ഇങ്ങനെ ഇരിക്കും ഫൈനൽ റിസൾട്ട്. ഇനിയാണ് സ്ക്രിപ്റ്റ്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ മഹാഭാരതം എഴുതുകയെന്ന്. പക്ഷെ ചമ്മിപ്പോയിട്ടോ. ഇതാണ് എൻ്റെ സ്ക്രിപ്റ്റ്. വീഡിയോസൊക്കെ എടുത്തു ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തോ സംഭവിക്കുന്നുണ്ട്. ദേ കണ്ടോ, ഡിം. എനിക്ക് ഉറക്കം വന്നു. പിന്നെ ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ വിടൂല്ല. ദേ കണ്ടോ, കറങ്ങിക്കൊണ്ടിരിക്കുക. ശക്തിമാൻ്റെ മോളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചന്തുവിനെ തോപ്പിക്കാനാവില്ല മാഷേ. ദേ വീണ്ടും ഡിം. എന്നാൽ പിന്നെ അങ്ങോട്ട് നോക്കൂ, ഇത് ഞാൻ ഉണ്ടാക്കിയ സാധനമാണ്, ചാനലിലുണ്ട്, കയറി നോക്കണം കേട്ടോ. ഞാൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റ്. എന്തിന്? ഒരു കാര്യമില്ല. എഡിറ്റ് ചെയ്യാൻ അങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര ഉറക്കമാണ്. ഉറങ്ങി ഞാൻ പണ്ടാരടങ്ങുകയാണ്. ആൻഡ് ഫൈനലി ഞാൻ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്തു. എൻ്റെ ഈ കഷ്ടപ്പാടിന് ഒരു ലൈക്കെങ്കിലും തരണം കേട്ടോ. തയ്ച്ചു കഴിഞ്ഞപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ടോ. ഞാൻ ഉദ്ദേശിച്ചിട്ട് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ഞാൻ ബാക്ക് സൈഡ് എലാസ്റ്റിക് വെച്ചിട്ടുണ്ട് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി. ഇതാണ് കുറച്ച് വേസ്റ്റ് തുണി കേട്ടോ. ഇതെങ്ങനെ റീസൈക്കിൾ ചെയ്യാമെന്ന് ചിന്തിച്ചപ്പോഴാണ് എനിക്ക് ഇങ്ങനൊരു ഐഡിയ വന്നത്.
ഇങ്ങനെയാണ് തയ്ച്ച് പിടിപ്പിച്ചേട്ടോ. ഏകദേശം ഒരു ഫ്ലവറിൻ്റെ മോഡൽ പോലെ. പിന്നെ ഈ ലൈൻസ് വരച്ചവിടെ വീണ്ടും ഞാൻ സാധാ സ്റ്റിച്ച് ചെയ്യും. ഇതാണ് ഫൈനൽ റിസൾട്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ? ഞാൻ പോലും വിചാരിച്ചില്ല കേട്ടോ ഇത്രയ്ക്കും ഭംഗിക്ക് എനിക്കിത് തയ്ച്ചെടുക്കാൻ പറ്റുമെന്ന്. വേസ്റ്റ് ആണെന്ന് പറഞ്ഞ് മാറ്റി വെച്ച തുണിയാണ്, പക്ഷെ കണ്ടോ അത് വെച്ച് എനിക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ടോപ്പ് തയ്ക്കാൻ പറ്റി. സോ മാക്സിമം ഒരു സാധനം റീസൈക്കിൾ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. മേ ബി ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയാലോ? ജസ്റ്റ് ട്രൈ ഇറ്റ്. നമുക്ക് ഈ ഭൂമി ഒന്ന് മാറ്റി മറിക്കണ്ടേ? ഇതാണ് ഫൈനൽ റിസൾട്ട്. ഈ ഡ്രസ്സിന് എത്ര റേറ്റിംഗ് കൊടുക്കുമെന്ന് കമൻറ്റ് ചെയ്യണേ. ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഇടയിൽ കണ്ടോ ഒരാൾ പൊങ്ങി വന്നത്. ആൾ തന്നെ മേക്കപ്പും എല്ലാം തന്നെത്താൻ ഇട്ടു. എന്തടപ്പാ നീ കണ്ണീ ചെയ്തു വെച്ചിരിക്കണത്? ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു? ഞാനൊരു പക്ക ഇൻട്രോവേർട്ടാണ് കേട്ടോ. യൂട്യൂബ് വന്നിട്ടാണ് ഞാൻ ക്യാമറ തന്നെ ഫേസ് ചെയ്യുന്നത്. അതെൻ്റെ മുഖത്ത് നന്നായി കാണുന്നുണ്ട്. ഇതാ എന്നെ മിമിക്ക് ചെയ്യണുണ്ടോ ആള്? പിന്നെ എൻ്റെ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി വരും കേട്ടോ ആള്. ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു സൂൺ. വീഡിയോ എടുത്ത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്യാൻ നേരത്താണ് ഇതുപോലത്തെ പരാക്രമമൊക്കെ കാണുക. കണ്ടോ എനിക്ക് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് ഞാനിങ്ങനെ ഇച്ചിരി താന്ന് ചെയ്യുമ്പോൾ ആളും അതുപോലെ ചെയ്യാം. മുടി ഇതാക്കുമ്പോൾ ഓളും മുടി കൊണ്ട് ചെയ്യാം. ഇവളെന്നെ റോസ്റ്റ് ചെയ്യാനാണോ എൻ്റെ വീഡിയോ വന്നിരിക്കണേന്ന് എനിക്ക് വല്ലാത്ത സംശയമില്ലാതില്ല.